നമസ്കാരം. പാകിസ്ഥാന്റെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. അവശ്യ മരുന്നുകളുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് പ്രാഥമികവും അടിസ്ഥാനപരവുമായ ആരോഗ്യ പരിരക്ഷകൾ ലഭ്യമാകുന്നില്ല എന്ന ദുരന്ത വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ്. പ്രത്യേകിച്ചും അവശ്യ മരുന്നുകളും ഇൻസുലിൻ പോലെയുള്ള കുത്തിവെപ്പുകൾക്കും ആവശ്യമുള്ള മരുന്നുകൾക്ക് വലിയ ക്ഷാമമാണ്. ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല. ഈ മരുന്നുകളുടെ വില സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത രീതിയിൽ തന്നെ ഉയർന്നിരിക്കുകയുമാണ്. പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ രക്ഷാ മരുന്നുകൾക്കായി പല സ്രോതസ്സുകളിലും ആശ്രയത്തിനായി കേഴുകയാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളായേക്കുമെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ 146 അവശ്യ മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. അത് താഴ്ന്ന വരുമാനക്കാരായ ആളുകൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമല്ലാതാക്കുന്നതിന് കാരണമായി. ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർണായക സാഹചര്യം സർക്കാർ ഫണ്ടിന്റെ അഭാവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2021 കണക്കുകൾ പ്രകാരം പാകിസ്ഥാൻ സർക്കാർ അതിന്റെ GDP-യുടെ 0.84% മാത്രമാണ് ആരോഗ്യ സംരക്ഷണത്തിനായി ചിലവഴിക്കുന്നത്. ഇത് 2019 ചിലവഴിച്ച GDP-യുടെ 0.94% നിന്നും താഴ്ന്നതും അതുപോലെ മറ്റ് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്കിടയിൽ ശരാശരിയുടെ 1/3 താഴെയും ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം രാജ്യം എത്രത്തോളം പ്രാധാന്യമാണ് ഈ ആരോഗ്യരംഗത്തിനും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി കൊടുക്കുന്നത് എന്നുള്ളത്. ആരോഗ്യ സംരക്ഷണത്തിന് സർക്കാർ മുൻഗണന നൽകുന്നില്ല എന്നും അതുപോലെ തന്നെ ബജറ്റിൽ വളരെ കുറച്ചു ഭാഗം മാത്രമേ ആരോഗ്യരംഗത്തേക്ക് ചിലവഴിക്കുന്നുള്ളൂ എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ആരോഗ്യത്തിനുള്ള അവകാശം ഒരു ഭരണഘടനാപരമായ അവകാശമാക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. കുതിച്ചുയരുന്ന ദാരിദ്ര്യം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ എന്നിവ കാരണം രാജ്യം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് പ്രകാരം 2018 പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 21% പോഷകാഹാര കുറവുള്ളവരാണെന്നും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 44% വളർച്ച മുരടിച്ചതായും കണ്ടെത്തി. 2020 പാകിസ്ഥാനിൽ ജനിക്കുന്ന ഓരോ 1000 കുട്ടികളിലും 65 പേർ അവരുടെ 5ാം ജന്മദിനത്തിന് മുമ്പ് തന്നെ മരിക്കുന്നുവെന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനസംഖ്യയുടെ ഏകദേശം 25% പേർക്ക് വൈദ്യുതിയില്ല, വെള്ളമില്ല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളാണ് പാകിസ്ഥാനിൽ ഉള്ളത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ കൂടുതൽ പ്രാകൃത നിയമങ്ങളിലേക്കും രീതികളിലേക്കുമാണ് പാകിസ്ഥാൻ പോകുന്നത്. ലോകം മുഴുവൻ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ആരോഗ്യരംഗത്ത് മികച്ച പരീക്ഷണ നിരീക്ഷണങ്ങൾ ശക്തമാക്കുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും താഴേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാന പ്രതിസന്ധിയും പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും രാജ്യത്തിന്റെ താളം തെറ്റുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഭരണകൂടം പാഠം പഠിക്കുന്നില്ല, കൃത്യമായ മാറ്റങ്ങൾ നടത്തുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും പുതിയ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ നോക്കുകുത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ പാകിസ്ഥാനിൽ ആളിക്കത്തുകയാണ് എന്ന് വേണം പറയാൻ. സാമ്പത്തിക ഞെരുക്കത്തിൽ പാകിസ്ഥാൻ പിടയുമ്പോൾ ശമ്പളവും തൊഴിലുമില്ലാതെ ജനം ദയനീയ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ശ്വാസം മുട്ടുന്ന ഗതികേടിന്റെ അവസ്ഥയിൽ കൂടിയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. $130 ബില്യൺ വിദേശ കടം പാകിസ്ഥാനുണ്ട്. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം $8 ബില്യൺ മാത്രമാണ്. ആരും കടം കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പല വഴികളും തേടുന്നുണ്ട്. IMFന്റെ കാലുപിടിക്കാൻ വലിയ ധൃതിയാണ് പാകിസ്ഥാൻ കാണിക്കുന്നത്. അതിൽ ചില ധാരണകൾ എത്തിയിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. $3 ബില്യൺ ബെയിൽ ഔട്ട് പാക്കേജാണ് ആ ധാരണ. ഈ കരാർ പ്രകാരം നിശ്ചിത പാക്കേജിൽ നിന്ന് $1.1 ബില്യൺ പാകിസ്ഥാൻ IMF നൽകുമെന്നാണ് വിവരം. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിലും പാകിസ്ഥാൻ ഈ പറഞ്ഞ കെടുകാര്യസ്ഥതകൾ തുടരുകയാണ്. ജനം വലയുമ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ചൈനയോട് കൂടിച്ചേർന്ന് ഭീകരത വളർത്താൻ പാകിസ്ഥാൻ വലിയ ഉത്സാഹം കാണിക്കുന്നുവെന്ന വാർത്തകൾ ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കത്തിലും ആണവ പദ്ധതിയുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നു എന്ന നിർണായക വിവരം ലോകത്തെ ഒന്നാകെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുമ്പോൾ, മരുന്നില്ല, ഭക്ഷണമില്ല, തൊഴിലില്ല, ഇതൊക്കെ ഇല്ലാതെയായിരിക്കുമ്പോഴും രാജ്യം ആയുധപ്പുരയിൽ ആയുധങ്ങൾ നിറച്ചുകൂട്ടാൻ, ആണവ ആയുധങ്ങളുടെ സജ്ജീകരണങ്ങൾ കൂടുതൽ മിനുക്കിയെടുക്കാനാണ് ശ്രദ്ധ കാണിക്കുന്നത്. എന്തൊരു ദുരവസ്ഥയെന്നല്ലാതെ എന്തു പറയാൻ. അതേപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പാകിസ്ഥാൻ ഭീകരവാദത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്.
ആണവ ആക്രമണ പദ്ധതിയടക്കം പാകിസ്ഥാന്റെ ലിസ്റ്റിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലും പാകിസ്ഥാൻ ആണവ നവീകരണ ശ്രമങ്ങൾ നിലനിർത്തുന്നു എന്നത് ലോകം പുച്ഛത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ജനങ്ങൾ പട്ടിണിയിലും അക്രമത്തിലും കഷ്ടപ്പെടുമ്പോഴും ആയുധങ്ങൾ വാരിക്കൂട്ടുവാനും അതുപോലെ ആണവ നവീകരണ ശ്രമങ്ങളും നടത്താനാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ധൃതി. കഴിഞ്ഞ വർഷം തന്നെ സുരക്ഷാ സേനയ്ക്കും സാധാരണക്കാർക്കുമെതിരായ ഭീകരാക്രമണങ്ങൾ വലിയ രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ലോകം വലിയ ആശങ്കയോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന് ഇത്രയേറെ അധപ്പതിക്കാൻ സാധിക്കുമോ? ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വിലമതിക്കാത്ത ഭരണകൂടം ഉണ്ടോ എന്നൊരു സംശയം ശക്തമാണ്. എന്തായാലും പുതിയ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്തൊക്കെയോ കാണിക്കുമെന്ന ആഹ്ലാദവും അഹങ്കാരവും കാട്ടിയിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ജനങ്ങൾ വീണ്ടും പടുകുഴിയിലേക്ക് വീഴുന്നു എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.